നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അന്നമനട അമ്പലക്കടവിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പാറക്കടവ് സ്വദേശി വിളക്കുംപുറത്ത് വീട്ടിൽ രാജേഷാണ് മരിച്ചത്. ആളൂരിൽ അമ്മയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തലോർ സ്വദേശി കണ്ടംകുളത്തി വീട്ടിൽ സജിത്തിന്റെ ഭാര്യ സുജി, 5 വയസ്സുള്ള മകൾ നക്ഷത്ര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുകുന്ദപുരം, ചാലക്കുടി താലൂക്കുകളിലെ റേഷൻ വ്യാപാരികൾ കൂട്ടധർണ നടത്തി. വാർത്തകൾ വിശദമായി. അന്നമനട പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പാറക്കടവ് സ്വദേശിയായ വിളക്കുപുറത്ത് വീട്ടിൽ രാജേഷാണ് മുങ്ങി മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ മുങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് സൂചന. ഞായറാഴ്ച വൈകിട്ട് 6:30ഓടെയായിരുന്നു അപകടം. മാളയിൽ നിന്നും അഗ്നിശമന സേനയും ചാലക്കുടിയിൽ നിന്നുള്ള സ്ക്യൂബ ടീമും മാള പോലീസും നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രിയോടെയാണ് മൃതദേഹം കണ്ടെടുത്തത്. ആളൂരിൽ അമ്മയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തലോർ സ്വദേശി കണ്ടംകുളത്തി വീട്ടിൽ സജിത്തിന്റെ ഭാര്യ 32 വയസ്സുള്ള സുജി, 5 വയസ്സുള്ള മകൾ നക്ഷത്ര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളൂരിൽ നിന്ന് പോട്ടയിലേക്കുള്ള വഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ആളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുകുന്ദപുരം, ചാലക്കുടി താലൂക്കുകളിലെ റേഷൻ വ്യാപാരികൾ കൊമ്പൊടിഞ്ഞാമക്കൽ NFSA ഗോഡൌണിൽ കൂട്ടധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂരിലെ റേഷൻ വ്യാപാരി സുഹൃത്തുക്കൾ, സംഘടനാ വ്യത്യാസമില്ലാതെ പലരും ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ വന്ന് ഇവിടുത്തെ റേഷൻ വിതരണത്തിൻ്റെ പോരായ്മ എന്നോട് അവർ സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് ഞാൻ വാട്സപ്പിലൂടെ 2 മെസ്സേജുകൾ, പ്രത്യേകിച്ചും ചാലക്കുടി, മുകുന്ദപുരം ഭാഗത്ത്, തൃശ്ശൂർ ഭാഗത്തുള്ള റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ 2 മെസ്സേജ് ഞാൻ ഇട്ടിരുന്നു. അത് കണ്ടവരും കേട്ടവരും ഒക്കെ ഇവിടെ കാണും. ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ വിചാരിച്ച് 23-ാം തീയതി വൈകിട്ട് പൂർത്തിയാക്കി എന്നാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളോട് പറഞ്ഞത്. 24 കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നാണ് ഞാൻ അറിഞ്ഞത്, അടുത്ത ക്രിസ്മസിൻ്റെ തുടക്കത്തിൽ, കഴിഞ്ഞ 2024 ക്രിസ്മസിന് റേഷൻ കടക്കാരുടെ കടയിൽ സാധനങ്ങൾ എത്തിക്കാതെ 25-ാം തീയതി ക്രിസ്മസ് കഴിഞ്ഞിട്ട് 28-ാം തീയതി റേഷൻ സാധനങ്ങൾ പൂർത്തിയാക്കിയ ഒരു മഹാനാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള അദൃശ്യ ശക്തിയായ കോൺട്രാക്ടർ. PD പോൾസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നേതാക്കളായ P. മധു, MK സുനിൽ, TR സുന്ദരൻ, KP ബെൻസൺ, ജിന്നി, ജോബി നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഇന്ന് സൂദന ശുഗ സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, ചതശ്ലോകി ഭാഗവതം, വരാഹാവതാരം, ഹിരണ്യാക്ഷവധം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. രമാദേവി, കിഴക്കേടം മുരളി നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ. സപ്താഹയജ്ഞം ജനുവരി 12-ന് സമാപിക്കും. ജനുവരി 4 മുതൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദശാവതാരം ചന്ദ്രൻ ചാർത്തൽ ചടങ്ങുകൾ 14-ന് സമാപിക്കും. മനോരഥങ്ങളെ കൊണ്ട് മനുഷ്യജന്മത്തെ തുലക്കേണ്ടി വരുന്നു. ആർക്ക്? എൻ്റെ അമ്മയ്ക്ക്. സത്യത്തിൽ അമ്മയുടെ കുറ്റമല്ല. ഭഗവാന്റെ കയ്യിലെ കളിപ്പാവകളായിട്ടുള്ള ജീവന്മാർ, നാരദൻ പറയാ വ്യാസനോട്, പരമഭാവാണ്. അവൾ നമ്മുടെയൊക്കെ ഒരവസ്ഥ ആണ് നാരദൻ സ്ഥിരീകരിക്കുന്നത്. അമ്മയ്ക്ക് സംസാരാസക്തിയും എനിക്ക് ഈശ്വരാസക്തിയും. എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് എന്നെ സംസാരത്തിലേക്ക് പിടിച്ചു വലിക്കാനാണ് ആഗ്രഹമെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അതൊന്നുമല്ല, എനിക്ക് ഭഗവതാസക്തി എന്നാണ്. അപ്പോൾ പരതന്ത്രകളായിട്ടുള്ള 2 വൃത്തികളിലും ഒരാളെ നിന്ദിക്കാനോ ഒരാളെ അഭിനന്ദിക്കാനോ നമുക്ക് അവകാശമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ.
കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള മദ്രസകളുടെ ഖുറാൻ ഫെസ്റ്റിന്റെ ഭാഗമായി മാള ISTയുടെ ആഭിമുഖ്യത്തിൽ ഖുറാൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. IST ട്രസ്റ്റ് അംഗം ഹൈദ്രോസ് പുത്തഞ്ചിറ ഉദ്ഘാടനം നിർവഹിച്ചു. എക്സിബിഷൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഖുറാനിലെ വ്യത്യസ്ത സംഭവങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ഖിറാഅത്തുകൾ, മനുഷ്യന്റെ ജനനം, മരണം തുടങ്ങിയവയെല്ലാം ഖുറാനിന്റെ വെളിച്ചത്തിൽ വിദ്യാർത്ഥികളുടെ അവതരണത്തോടൊപ്പമാണ് ദൃശ്യാവിഷ്കരിച്ചത്. മദ്രസ പ്രിൻസിപ്പൽ സൽമാൻ കൗസരി, അമീർ ഷാ ഷൈലാബി, അഫീറത്ത്, ഫാത്തിമ, ഷാഹിന, ജാസ്മിൻ, സിയ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട അമ്പലക്കടവിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പാറക്കടവ് സ്വദേശി വിളക്കുംപുറത്ത് വീട്ടിൽ രാജേഷാണ് മരിച്ചത്. ആളൂരിൽ അമ്മയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തലോർ സ്വദേശി കണ്ടംകുളത്തി വീട്ടിൽ സജിത്തിന്റെ ഭാര്യ സുജി, 5 വയസ്സുള്ള മകൾ നക്ഷത്ര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുകുന്ദപുരം, ചാലക്കുടി താലൂക്കുകളിലെ റേഷൻ വ്യാപാരികൾ കൂട്ടധർണ നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.